ഹായ് കൂട്ടുകാരെ, അസ്സലാം വലൈക്കും. ഷാനു സമദ് ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇത് തിരുവോണത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോസാണ്. അന്നൊന്നും ഇടാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നല്ലോ. മഴ നോക്കിയിരുന്നിട്ട് എനിക്ക് പാല് വാങ്ങാൻ പോകണമായിരുന്നേ. പിന്നെ ഒരു തരത്തിൽ ഞാൻ പാല് വാങ്ങാനൊക്കെ പോയി. വിൻമാർട്ടിലാണ് പോയത് കുറച്ച് മഴ കുറഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അമ്പിളിയുടെ മോൻ അച്ചുവിനെ കണ്ട്. അവർ ഓണസദ്യ വെച്ചായിരുന്നു. അപ്പം പായസം വാങ്ങിക്കാൻ വേണ്ടി അവൻ വന്നതായിരുന്നേ. പായസം മാത്രം അവർ വിൻമാർട്ടിൽ നിന്ന് വാങ്ങിയ, ബാക്കിയെല്ലാം അമ്പിളി വെക്കുക ചെയ്തത്. പായസമൊക്കെ വാങ്ങി അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയേ. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ട പാലൊക്കെ വാങ്ങിച്ച് പിന്നെ എനിക്കും പായസം വാങ്ങിയേ. തിരുവോണത്തിൻ്റെ അന്ന് വിൻമാർട്ടിൽ പായസമേളയായിരുന്നു. ഏത് പായസം വേണമെങ്കിലും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വെളുത്തിരിക്കുന്ന പായസമാണ് ഇഷ്ടം. ഞാൻ കുടിക്കുന്ന എല്ലാം വെളുത്തിരിക്കുന്ന പായസമാണ്. മറ്റേതിനോട് എനിക്ക് വലിയ താല്പര്യം കുറവാണ്. ഞാൻ വാങ്ങിയത് പാലട പ്രഥമനാണ്. അതാവുമ്പോൾ വെളുത്താണല്ലോ ഇരിക്കുന്നത്. പിന്നെ അതെല്ലാം വാങ്ങി ഞാനും ചക്കിയും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് തിരുവോണം ആയിക്കൊണ്ട് നിങ്ങളെല്ലാവരും സദ്യ വെച്ചോ? എത്ര കൂട്ടം കറിയും പായസമൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഓണത്തിന് എന്തായിരുന്നു പരിപാടിയെന്നും പൂക്കളം ഇട്ടോന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും തിരുവോണത്തിനൊന്ന് ഭയങ്കര മഴയായിരുന്നല്ലേ. ഞങ്ങളുടെ ഇവിടെ നല്ല മഴയായിരുന്നേ. അങ്ങനെ വീട്ടിൽ വന്നു, പാലൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. എൻ്റെ പായസം നല്ല ചൂടോടുകൂടിയാണ് കിട്ടിയത്. അതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചു. ഇന്നെനിക്ക് ഓണസദ്യ കിട്ടുവേ. ഞാനിവിടെ വീഡിയോസ് ഇട്ടില്ലായിരുന്നു ആരിഫ ഇത്ത ഓണസദ്യയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. നല്ല സൂപ്പർ ചോറും കറികളും ഒക്കെ ആട്ടോ ഇത്ത ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും സാധാ ചോറും കറികളും, തിരുവോണത്തിൻ്റെ അന്ന് മാത്രം 200 രൂപ റേറ്റിൽ ഓണസദ്യയും കൊടുക്കുന്നുണ്ടായിരുന്നു. പായസവും പപ്പടവും പഴവും എല്ലാം കൂട്ടിയുള്ളൊരു സദ്യ തന്നെയായിരുന്നു. എന്തായാലും ഞാൻ ചായ വെച്ച് കുടിക്കട്ടെ. ചായ കുടിക്കാഞ്ഞിട്ട് ഒരു സുഖവും ഇല്ലായേ. രാവിലെ തന്നെ ചായ കുടിക്കുന്ന ആളാണല്ലോ. ഇന്ന് ഒത്തിരി താമസിച്ച് ചായ വയ്ക്കും. ഇന്നലെ തന്നെ പാല് വാങ്ങിച്ചു വെക്കണമെന്ന് ഓർത്തതാ, പിന്നെ അത് മറന്നുപോയേ. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ഇന്ന് നിങ്ങൾക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് കൂട്ടുകാർ ചോദിച്ചു ഞാൻ ഏത് തേയിലപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല. കണ്ണൻ ദേവൻ, AVT അങ്ങനെ പല തേയിലയും ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബ്രൂവും വിടും, ബൂസ്റ്റ് വിടും, എല്ലാ രീതിയിലും വയ്ക്കുവേ. പിന്നെ കുറച്ച് കൂട്ടുകാർ എന്നെ കണ്ടപ്പം പറഞ്ഞ് എൻ്റെ ചായ നല്ല ടേസ്റ്റാണെന്ന്. നിങ്ങൾ കുടിച്ചൊന്നും നോക്കിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? എല്ലാവരും ഒന്ന് ചായയൊക്കെ കുടിച്ച് നോക്കിയിട്ടൊന്ന് പറയണേ അഭിപ്രായം. എന്തായാലും ഞാൻ എൻ്റെ ചായക്ക് 100-ൽ ഒരു 95 മാർക്കും കൊടുക്കുവേ. നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ചായ കുടിക്കുമ്പം അതൊക്കെ വെച്ച് നോക്കിയാൽ എൻ്റെ ചായ സൂപ്പറാണ്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകിയെടുക്കുവാണ്. ഇനി എനിക്ക് ചോറും കറികളൊക്കെ വെക്കാനുണ്ട്. ഓണസദ്യ എനിക്ക് മാത്രമേ കിട്ടുകയുള്ളല്ലോ, ബാക്കി എല്ലാവർക്കും കൊടുക്കണമല്ലോ. പിന്നെ കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു, മുളകൊക്കെ പുരട്ടി അതെല്ലാം എടുത്ത് വറുക്കാൻ വെച്ചു. ഇന്നെനിക്ക് ഓണസദ്യ കിട്ടുമല്ലോ. എനിക്കങ്ങനെ സദ്യയുടെ കൂടത്തി ഒന്നല്ലെങ്കിൽ ഇച്ചിരി മീൻ അല്ലെങ്കിൽ ഇച്ചിരി ചിക്കൻ വേണേ. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ചിക്കനൊക്കെ വറുത്ത് വെക്കുവാണ്. ഓണസദ്യ കൊണ്ടുവരുമ്പം ഇതും കൂട്ടി കഴിക്കാനാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ.